അകലാത്ത സ്നേഹിതൻ ഉത്തമ കൂട്ടാളിയായി ആശ്രയിപ്പാനും പങ്കിടുവാനും നല്ലൊരു സഖിയാണവൻ. പ്രൈസ് ദി ലോർഡ്. ലോകത്തിൻ്റെ വിവിധ രാജ്യങ്ങളിലിരുന്നു കൊണ്ട് ഞങ്ങളെ ശ്രവിക്കുന്ന ഏവർക്കും ജീവശബ്ദത്തിലേക്ക് സ്വാഗതം. വീണ്ടും ഒരു പ്രാവശ്യം കൂടെ ദൈവത്തിൻ്റെ വചനവുമായി നിങ്ങളുടെ അടുക്കൽ എത്തിച്ചേരുവാൻ കർത്താവ് ഒരുക്കിയെന്ന അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല സന്ദർഭത്തെ ഓർത്ത് ഞങ്ങൾ നന്ദിയോടെ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ദൈവത്തിൻ്റെ വചനം, ക്രിസ്തുവിൽ ദൈവം നമുക്ക് ഒരുക്കി വച്ചിരിക്കുന്ന അമൂല്യമായ പദവികളും സ്വർഗം നമ്മിൽ പകർന്നിരിക്കുന്ന അവസ്ഥകളും തുറന്നു കാണിക്കുമ്പോൾ നിരൂപണങ്ങൾ കൂടാതെ അത് വിശ്വസിക്കാൻ തയ്യാറാകുന്നവരിൽ അതിൻ്റെ ശക്തി വ്യാപരിച്ച് അവർ മറ്റൊരു തലത്തിൽ, ഒരു അമാനുഷിക മേഖലയിൽ അസാധാരണ അത്ഭുതങ്ങൾ അനുഭവിച്ച് അവർ ഈ തലമുറയിൽ ശക്തിയോടെ ജീവിക്കുകയും നിത്യയുഗങ്ങൾ അവർ കർത്താവിനോടുകൂടെ ജീവിക്കുകയും ചെയ്യുന്നുള്ള കാര്യം ദൈവത്തിൻ്റെ വചനം ഉറപ്പ് നൽകുന്നു. അതുകൊണ്ട് ഏതെങ്കിലും മേഖലയിൽ തളർന്നോ തകർന്നോ ഉടഞ്ഞോ ഇന്ന് പകൽ എന്നെ കേൾക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അല്പനിമിഷം നിങ്ങൾ ഈ വചനം ഒന്ന് ശ്രദ്ധിക്കുക. ഈ വചനം നിങ്ങളെ പണിയും, ഈ വചനം നിങ്ങളെ രൂപപ്പെടുത്തും, ഈ വചനം നിങ്ങളെ ചൈതന്യപ്പെടുത്തും, ഈ വചനം നിങ്ങൾക്ക് പ്രത്യാശ തരും, നിങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പിക്കും. അത് നിങ്ങൾക്ക് അസാധാരണ അത്ഭുതങ്ങളെ നിങ്ങളുടെ കുടുംബത്തിൽ ഇറക്കിക്കൊണ്ടുവരുമെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. കഴിഞ്ഞ ആഴ്ചകളിൽ രക്ഷിക്കപ്പെട്ട ഒരു വ്യക്തി പ്രാപിച്ച ദൈവാത്മാവിൽ ഉल्ലേഖനം ചെയ്യപ്പെട്ടിരിക്കുന്ന വ്യത്യസ്ത ഭാവങ്ങളോടുള്ള ബന്ധത്തിൽ ദൈവാത്മാവ് പറഞ്ഞിരിക്കുന്ന പദങ്ങൾ നാം കണ്ടുവരികയായിരുന്നു. ബൈബിൾ ആരംഭിക്കുന്നവനെ ദൈവത്തിൻ്റെ ആത്മാവ് വെള്ളത്തിന്മേൽ പരിവർത്തിച്ചു എന്ന പദത്തോടു കൂടിയാണല്ലോ. അത് സൃഷ്ടിയോടുള്ള ബന്ധത്തിൽ കാണുന്നു, പുനഃസൃഷ്ടിയോടുള്ള ബന്ധത്തിൽ കാണുന്നു. ശ്രദ്ധിക്കൂ, ഇന്ന് പകൽ എന്നെ കേൾക്കുന്ന ആരെങ്കിലും ജീവിതത്തിൽ ഏതെങ്കിലും മേഖലയിൽ ദൈവത്താൽ ഒരു സൃഷ്ടിപ്പ്, നഷ്ടപ്പെട്ട അവയവങ്ങളാകട്ടെ, അല്ല ഏതെങ്കിലും ഇല്ലാത്ത സാഹചര്യങ്ങളോ അവസ്ഥകളോ കുടുംബത്തിലോ ബിസിനസ്സിലോ തലമുറകളിലോ എവിടെ ഏതെങ്കിലും മേഖലകളിൽ ഒരു ശൂന്യത അനുഭവിക്കുന്നെങ്കിൽ, ഒരു പാഴും ഇരുളും അനുഭവിക്കുന്നെങ്കിൽ, അതിൽ ഇല്ലാത്ത ചെലവിനെ ഉളവാക്കി ചില പുത്തൻ സൃഷ്ടികൾ നടത്തുവാൻ ദൈവത്തിൻ്റെ ആത്മാവ് ഇന്നും ശക്തിയുള്ളവനാണ്. വിശ്വസിക്കാമെങ്കിൽ, ആത്മാവിന് പരിവർത്തിക്കുവാൻ അനുവാദം കൊടുക്കാമെങ്കിൽ, ഇതുവരെ കാണാത്ത ചെലവ് ദൈവത്തിൻ്റെ ആത്മാവ് നിനക്ക് വേണ്ടി സൃഷ്ടിക്കുവാൻ ഇന്നും ശക്തിയുള്ള ആത്മാവാണ്. ആ ആത്മാവിനെ കുറിച്ച് പറഞ്ഞാണ് വേദപുസ്തകം ആരംഭിക്കുന്നത്. ആ വേദപുസ്തകം നാം പാരായണം ചെയ്തു വരുമ്പോൾ അടുത്തത് നാം കാണുന്ന യഹോവയുടെ ആത്മാവാണ്. ദൈവം മനുഷ്യനുമായി സന്ധിക്കേണ്ടവന് യഹോവയായി അവൻ മനുഷ്യരിലേക്ക് ഇറങ്ങി വരികയാണ്. അതിനകത്ത് കഴിഞ്ഞ ആഴ്ച ചിന്തിച്ചത് യേശുവിൻ്റെ ആത്മാവാണ്. നോക്കൂ, ഇത് പല ആത്മാക്കളല്ല, ഒരു ആത്മാവിൽ തന്നെയുള്ള വ്യത്യസ്ത ഭാവങ്ങളോ വ്യത്യസ്ത മൂലകങ്ങളോ ആണ്. ആ ആത്മാവ് നമ്മിൽ വിഭിന്ന ഭാവത്തിൽ നിറഞ്ഞു നിൽക്കുമ്പോൾ ആ ആത്മാവിൽ എന്തൊക്കെയുണ്ടോ അത് മുഴുവൻ നമ്മിൽ നിറഞ്ഞു വരികയാണ്. അത് നിറയാനായിട്ട് എന്ത് ചെയ്യണം? കുളിക്കാന്നറിയോ? ഇല്ലെന്ന്. ദൈവത്തിൻ്റെ വചനം അതിനാ തന്നിരിക്കുന്നത്. ഈ വചനം വായിക്കും തോറും ദൈവത്തിൻ്റെ ആത്മാവ് ജീവനായിട്ട് എൻ്റെ അകത്ത് കയറും. അത് ചെയ്യേണ്ടത് മുഴുവൻ ചെയ്തുകൊണ്ടിരിക്കും. അതിനകത്ത് ചില പദപ്രയോഗങ്ങൾ കൂടെ ഇന്ന് പകൽ കാണുവാൻ നമുക്ക് പരിശുദ്ധാത്മാവിൽ സന്ദർഭങ്ങളെ വേർതിരിക്കാം. യേശു പറഞ്ഞ ഒരു വാക്ക് ഞാൻ നിങ്ങളുടെ മുമ്പിൽ കൊണ്ടുവരുന്നു. സത്യത്തിൻ്റെ ആത്മാവ് വരുമ്പോൾ അവൻ നിങ്ങളെ സകല സത്യത്തിലും വഴിമടത്തും. അപ്പൊ സത്യം ഏതാ? ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു. അപ്പോൾ സത്യമാരാ? സത്യം യേശു ക്രിസ്തുവാണ്. യേശു ആരാ? ദൈവത്തിൻ്റെ വചനമാണ്. വചനമാരാ? ദൈവമാണ്. അപ്പോൾ ദൈവമായ വചനം, ആ വചനമാണ് യേശു.
അപ്പോൾ ആ യേശുവാണ് സത്യം. അപ്പോൾ ആ വചനപ്രകാരം, ആ ദൈവവ്യവസ്ഥ പ്രകാരം, ആ ദൈവത്തിൻ്റെ ഹൃദയത്തിൻ്റെ ആഗ്രഹപ്രകാരം നിനക്ക് ഈ ഭൂമിയിൽ നടക്കാൻ പറ്റാത്തതിനാൽ നിന്നെ ആ സത്യത്തിൽ നടത്താൻ, ആ സത്യപ്രകാരം നടത്താൻ ദൈവത്തിൻ്റെ ആത്മാവ് സത്യത്തിൻ്റെ ആത്മാവായി നിന്റെ മേൽ വരും. സത്യത്തിൻ്റെ ആത്മാവ് വരുമ്പോഴോ അവൻ നിങ്ങളെ സകല സത്യത്തിലും വഴിമടത്തും. ബൈബിളിലെ 99 കാര്യം ശരിയാക്കി ഒരു കാര്യം ചെയ്യാൻ പറ്റുകയില്ല. അയ്യോ, അത് ഞാൻ മനുഷ്യനായതുകൊണ്ട് എനിക്ക് തെറ്റ് പറ്റിപ്പോകും എന്ന് പറഞ്ഞുള്ള ജീവിതം അല്ല ക്രിസ്തീയ ജീവിതം. 99 സകല സത്യത്തിലും, ഈ സത്യവേദ പുസ്തകത്തിനകത്ത് എന്തൊക്കെ പറഞ്ഞിട്ടുണ്ടോ ആ സകല സത്യത്തിലും നിന്നെ വഴി നടത്താൻ ആ പരിശുദ്ധാത്മാ വന്നത്. ആളുകൾക്ക് തെറ്റുപറ്റിപ്പോയി. ആളുകൾ വിചാരിച്ചു കൈയടിപ്പിക്കുന്നതാണ് ആത്മാവ്. ആളുകൾ വിചാരിച്ചു ശരീരം കുലുക്കുവാനാണ് ആത്മാവ് വന്നത്. അല്ല, ബൈബിൾ പറയുന്ന യേശുക്രിസ്തുവിൻ്റെ നിലവാരപ്രകാരം ഗിരിപ്രഭാഷണത്തിൽ, പുതിയ നിയമത്തിൽ കർത്താവ് പറഞ്ഞിരിക്കുന്ന മുഴുവ്യവസ്ഥ പ്രകാരവും നിന്നെ ഈ ഭൂമിയിൽ നടത്താൻ, നിനക്ക് നടക്കാൻ പറ്റാത്തത് കൊണ്ട് നിന്നെ നടത്താൻ വന്നവനാണ് സത്യത്തിൻ്റെ ആത്മാവ്. ആ സത്യത്തിൻ്റെ ആത്മാവ് യേശുക്രിസ്തുവിൻ്റെ ആത്മാവാണ്. അപ്പോൾ ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, പാപം ചെയ്യാതെ ജീവിക്കാൻ പറ്റുമോ? നമ്മുടെ ആൾക്കാർ പറയും കാലമായാൽ തട്ടിമുട്ടിയിരിക്കും, മനുഷ്യരായാൽ പാപം ചെയ്യും. ബൈബിളിൽ വാക്യമില്ല കേട്ടോ. നീതിമാൻ ആരുമില്ല ഒരുത്തൻ പോലും എന്നുള്ള വാക്യമുണ്ട്. അതെവിടെയാണ് കിടക്കുന്നത്? റോമാലേഖനം 3-ാം അധ്യായത്തിൽ 23-ാം വാക്യത്തിൽ പൗലോസ് അത് പഴയ നിയമത്തിൽ നിന്ന് എടുത്തുദ്ധരിച്ചതാണ്. പുതിയ നിയമത്തിൽ പറഞ്ഞ വിശ്വാസത്താൽ നാം എല്ലാവരും നീതിമാന്മാരാണ്. നീതിക്ക് 2 വശമുണ്ട്. ഒന്ന് പ്രഖ്യാപിത നീതി, 2 പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാൽ, പുനരുത്ഥാനത്തിൻ്റെ ശക്തിയാൽ നിന്റെ അവയവങ്ങൾ ക്രിസ്തുവിൻ്റെ നീതിയുടെ നിലവാരത്തിലേക്ക് വളർച്ച പ്രാപിക്കുന്ന ജയാളിയുടെ മേഖല. ഇത് 2-2. യേശുക്രിസ്തുവിൻ്റെ രക്തത്താൽ നീ നീതിമാനായി പ്രഖ്യാപിക്കപ്പെട്ടു. നീ ഇപ്പോൾ നീതിമാനാണ്. അവൻ്റെ രക്തം സകല പാപം പോക്കി നിന്നെ ശുദ്ധീകരിച്ചിരിക്കുന്നു. എന്നാൽ ഇപ്പോഴും നിനക്ക് നുണ പറയാം, ഇപ്പോഴും നിനക്ക് മോഹിക്കാം. എന്നാൽ നീ യേശുക്രിസ്തുവിൽ ആശ്രയിക്കാൻ തുടങ്ങിയാൽ ആ ക്രിസ്തുവിൻ്റെ ജീവനാൽ നിനക്ക് ഈ ഭൂമിയിൽ ജയകരമായൊരു ജീവിതമുണ്ട്. അങ്ങനെ ജയകരമായി ജീവിക്കുന്ന ജയാളികളെ ചേർക്കുവാനാണ് നമ്മുടെ കർത്താവ് വരുന്നത്. ജയിക്കുന്നവൻ്റെ പേര് ഞാൻ ജീവന്റെ പുസ്തകത്തിൽ മായ്ച്ചു കളയല. തോറ്റു തുന്നം പാടിയവനല്ല, തോറ്റു തൊപ്പിയിട്ടവനല്ല. ക്രിസ്തുവിൻ്റെ മണവാട്ടി സഭയ്ക്കകത്ത് അവയവമായി കർത്താവിനോടുകൂടെ നോക്കൂ സ്വർഗത്തിൽ നിൽക്കുന്നവർ. സ്വർഗത്തിൽ നിൽക്കുന്ന മണവാട്ടി അവൾ ജയിച്ചവളാണ്. ജയിക്കുന്നവന് ഞാൻ എൻ്റെ കൂടെ എൻ്റെ സിംഹാസനത്തിൽ ഇരിക്കാൻ വരം നൽകുമെന്ന് പറഞ്ഞില്ലേ? തോറ്റവനെ ജയിച്ചവനായി പ്രഖ്യാപിച്ചു കൊണ്ടുപോകാമെന്നല്ല പറഞ്ഞത്, ഞാൻ ജയിക്കുന്നവനെ കൊണ്ടുപോകുമെന്ന് പറഞ്ഞേ. അർത്ഥാൽ ക്രിസ്തുവിൻ്റെ ആത്മാവിനാൽ ജയിക്കുവാനായി അകത്ത് ആഗ്രഹം വരുന്നവർക്കായി സ്തോത്രം. ആഗ്രഹത്തോടെ വിശ്വസിച്ച് സ്തോത്രം ചെയ്ത് മഹത്വപ്പെടുത്താമെങ്കിൽ അവൻ നിന്നെ ജയാളിയായി വളർത്തുവാൻ അവൻ്റെ ആത്മാവ് തയ്യാറായി നിൽക്കുകയാണ്. റോമാലേഖനം 8-ാം അധ്യായത്തിന്റെ 9-ാം വാക്യം, നിങ്ങളോ ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നു എന്ന് വരികിൽ ജഡസ്വഭാവമുള്ളവരെല്ലാം ആത്മസ്വഭാവമുള്ളവരത്രേ. ക്രിസ്തുവിൻ്റെ ആത്മാവില്ലാത്തവൻ അവനുള്ളവനല്ല. ക്രിസ്തു നിങ്ങളിൽ ഉണ്ടെങ്കിലോ ശരീരം പാപനിമിത്തം മരിക്കേണ്ടതെങ്കിലും ആത്മാവ് നീതി നിമിത്തം ജീവനാകുന്നു. അപ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങൾ രക്ഷിക്കപ്പെട്ടപ്പോൾ നിങ്ങളുടെ അകത്ത് വന്നിട്ടുണ്ട്. നിങ്ങൾ കർത്താവിൻ്റെ വചനം ധ്യാനിക്കുകയും കർത്താവിൻ്റെ ആത്മാവിനാൽ നിങ്ങൾ പണിയപ്പെടുവാൻ കൊതിക്കുകയും ചെയ്യുന്ന വ്യക്തിത്വമാണെങ്കിൽ നിങ്ങളുടെ അകത്ത് ക്രിസ്തുവിൻ്റെ ആത്മാവ് ചലിക്കാൻ തുടങ്ങും. ക്രിസ്തുവിൻ്റെ ആത്മാവ് നിങ്ങൾ വ്യാപരിക്കാൻ തുടങ്ങണമെങ്കിൽ നിങ്ങൾ അകത്ത് ദൈവാത്മാവുള്ളവരായി. നിങ്ങൾ നോക്കൂ, നിങ്ങൾക്ക് ദൈവത്തിൻ്റെ വചനപ്രകാരം ജീവിക്കാൻ പറ്റാത്തതിനാൽ നിങ്ങളുടെ അകത്ത് വേദന വന്ന് നിങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കാനും നിലവിളിക്കാൻ തുടങ്ങണം. അയ്യോ, ഞാൻ അരിഷ്ട മനുഷ്യൻ, ഈ മരണത്തിന് അധീനമായ ശരീരത്തിൽ നിന്ന് എന്നെ ആർ വിടുവിക്കുമെന്ന് ചോദിച്ച് നിങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിച്ചാൽ, നിങ്ങൾ ദൈവത്തോട് നിലവിളിച്ചാൽ നിങ്ങളുടെ അകത്ത് ക്രിസ്തുവിനെ കുറിച്ചൊരു വെളിപ്പാട് കിട്ടും. എന്താ വെളിപ്പാട്? ഗൾഫിലേക്ക് വഴി തുറക്കുമെന്നല്ല, അമേരിക്കയിലേക്ക് പറഞ്ഞു വിടുമെന്നല്ല, 4 നില വീട് കാണുന്നല്ല, ഒരു വാഹനം വീടിന് മുമ്പിൽ വന്നു നിൽക്കുന്നതല്ല. ഇന്നത്തെ വെളിപ്പാട് മൊത്തം അതല്ലേ. വെളിപ്പാടൊന്നും അല്ല, അത് വെളിവുകേടാണ്. പൗലോസ് പറഞ്ഞ വെളിപ്പാട് എന്താണെന്നറിയാമോ? യേശു ക്രിസ്തു മുഖാന്തരം ഈ അരിഷ്ട മനുഷ്യനിൽ നിന്ന് എനിക്ക് ജയം നൽകുന്ന ദൈവത്തിന് സ്തോത്രം. പൗലോസ് പറയുക, നന്മ ചെയ്യാൻ ആഗ്രഹമുണ്ടെങ്കിലും തിന്മ എൻ്റെ പക്കൽ നിന്ന് പ്രമാണങ്ങൾ ഞാൻ കാണുന്നു. പക്ഷേ ഞാൻ ഇങ്ങനെ അവസാനിക്കുകയല്ല, എൻ്റെ കർത്താവ് എൻ്റെ അകത്തുണ്ട്. ഞാൻ കർത്താവ് നിമിത്തം ശക്തിയോടെ ദൈവത്തിന് സ്തോത്രം ചെയ്യാൻ തുടങ്ങിയപ്പോൾ 8:2 പൗലോസ് പറയുകയാണ്, ജീവന്റെ ആത്മാവിൻ്റെ
പ്രമാണം എനിക്ക് പാപത്തിൻ്റെയും മരണത്തിൻ്റെയും പ്രമാണത്തിൽ നിന്ന് ക്രിസ്തുയേശുവിൽ സ്വാതന്ത്ര്യം വരുത്തി. എൻ്റെ അവയവങ്ങൾ എന്നെ മുൻപോട്ട് വിടുന്നില്ല. ദൈവം ആഗ്രഹിച്ചത് എന്നെ കൊണ്ട് ചെയ്യിപ്പിക്കില്ല. ദൈവം ചെയ്യാൻ പറഞ്ഞ് ഞാൻ എന്നെ കൊണ്ട് ചെയ്യിപ്പിക്കില്ല. ദൈവം ചെയ്യേണ്ടത് പറഞ്ഞത് എന്നെ കൊണ്ട് ചാടി ചെയ്യിപ്പിക്കും. എൻ്റെ അവയവങ്ങളിൽ 2 പ്രമാണം കടന്ന് എന്നെ വട്ടം കറക്കിക്കൊണ്ടിരിക്കുന്നു. എന്നിട്ടോ ഈ പാപപ്രമാണവും മരണപ്രമാണവും ദൈവത്തിന് വിരോധമായിട്ട് എന്നെ ചലിപ്പിച്ച് എൻ്റെ നന്മകൾ തടുക്കുന്നു. പിശാചിന് എൻ്റെ നന്മകളെയും എൻ്റെ തലമുറയെയും എൻ്റെ ഭവനത്തിന്മേലും വാദിക്കുവാൻ വാദഗതികളായി പാപപ്രകൃതി എന്ന് വെളിപ്പെടുത്തുന്നു. പക്ഷെ പൗലോസ് പറഞ്ഞു, ഞാൻ കർത്താവിനെ ശക്തിയോടെ സ്തോത്രം ചെയ്യാൻ തുടങ്ങിയപ്പോൾ എന്ത് സംഭവിച്ചു? എൻ്റെ അകത്ത് വന്ന യേശുവിൻ്റെ ജീവൻ എൻ്റെ അകത്തൊരു പ്രമാണമാകാൻ തുടങ്ങി. നീ കേൾക്കുന്ന വചനം നിന്റെ അകത്ത് ഒരു ജീവന്റെ പ്രമാണമാകും. എല്ലാ ജീവനിലും ശക്തിയുണ്ട്, എല്ലാ ജീവനിലും ഒരു ആകൃതിയുണ്ട്, എല്ലാ ജീവനും ഒരു രൂപമുണ്ട്. കാണുമ്പോൾ മുല്ലപ്പൂവും പിച്ചിപ്പൂവും ഒരുപോലെ ഇരിക്കും. പക്ഷേ അത് വളർന്നാൽ രണ്ടും രണ്ടായി മാറും. 2 മണം, 2 വളർച്ച, 2 പ്രകൃതി. പക്ഷെ മുട്ടിലിരിക്കുമ്പോഴോ ഒരുപോലെ. ഇതുപോലെ യേശുക്രിസ്തുവിൻ്റെ ജീവൻ നിന്റെ അകത്ത് വന്ന് അത് ഒരു പ്രകൃതിയായി, അതൊരു പ്രമാണമായി നിന്നിൽ വ്യാപരിക്കാൻ തുടങ്ങിയാൽ അറിയാതെ നിന്റെ അവയവങ്ങളിൽ വ്യാപരിക്കുന്ന പാപപ്രമാണത്തിൽ നിന്നും മരണപ്രമാണത്തിൽ നിന്നും നിനക്ക് സ്വാതന്ത്ര്യം വരാൻ തുടങ്ങും. നോക്കൂ, ആ പൗലോസ് പറയുകയാണ്, ശരീരം പാപം നിമിത്തം മരിക്കേണ്ടതാണെങ്കിലും ആത്മാവ് നീതി നിമിത്തം ജീവനാകുന്നു. ആ ജീവനിൽ നിന്ന്, ആ ആത്മാവിൽ നിന്ന് ജീവന്റെ ഒഴുക്ക് നിന്റെ ശരീരത്തിലേക്ക് വ്യാപരിക്കും. 11 വാക്യം നിങ്ങൾ ശ്രദ്ധിക്കുക. 11 വാക്യം എന്താ വായിക്കുന്നത്? യേശുവിനെ മരിച്ചവെന്ന് ഉയർപ്പിച്ചവന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നുവെങ്കിൽ ക്രിസ്തുയേശുവിനെ മരണത്തിൽ നിന്ന് ഉയർപ്പിച്ചവൻ നിങ്ങളിൽ വസിക്കുന്ന തൻ്റെ ആത്മാവ് കൊണ്ട് നിങ്ങളുടെ മർത്യ ശരീരത്തെ ജീവിപ്പിക്കും. സാധാരണഗതിയിൽ ഇത് മരിച്ച വീട്ടിലാണ് ഈ വാക്യങ്ങൾ പറയാറ്. ഇത് മരണ വീട്ടിൽ പറയേണ്ട വാക്യമല്ല. പറഞ്ഞാൽ പാപമൊന്നും അല്ല, പക്ഷെ ഡെഡ് ബോഡി ഉള്ള ബന്ധത്തിൽ പറയേണ്ട വാക്യമല്ല. കാരണം 8-ാം അധ്യായം വായിച്ചാൽ, 7-ാം അധ്യായം വായിച്ചാൽ ഇവിടെ ഒന്നും മരിച്ചവന്റെ കാര്യമല്ല പറയുന്നത്, ജീവിക്കുന്നവന്റെ കാര്യം പറയുക. അപ്പൊ എന്താ അവിടെ മർത്യശരീരം എന്ന് പറയുന്നത്? ഇംഗ്ലീഷിൽ മോർട്ടൽ ബോഡീസ് എന്ന് പറയുന്നു. എന്താ അതിന്റെ അർത്ഥം? എപ്പോഴാണ് ഇതിനകത്ത് മരണം സംഭവിച്ചത്? ഇനി നിങ്ങൾ നിങ്ങളിലേക്ക് ഒന്ന് വന്നേ, ഹൗവയിലേക്ക് വന്നേ, ഏതും തോട്ടത്തിലേക്ക് ഒന്ന് വന്നേ. ഏതും തോട്ടത്തിലേക്ക് വരുമ്പോൾ അവിടെ എന്താ ഈ ബോഡി മരിക്കാൻ കാരണം? മോർട്ടൽ ബോഡി ആകാൻ കാരണം എന്താണ്? അവിടെ ദൈവത്തിന്റെ വാക്കിനപ്പുറം പിശാചിന്റെ വാക്ക് കേട്ടിട്ട് ഹൗവ പഴത്തിലേക്ക് നോക്കിയപ്പോൾ ആ പഴം കാണുവാൻ ഭംഗിയുള്ളതായി തോന്നി. ജ്ഞാനം പ്രാപിപ്പാൻ കാമ്യമെന്ന് അവൾ കണ്ടു. പഴം പറിച്ചില്ല കേട്ടോ. പഴം പറിക്കുന്നേക്കാൾ മുമ്പ് അവൾ നോക്കിയപ്പോൾ പഴത്തിന് മാറ്റം തോന്നി. കാരണം എന്താ? പിശാചിന്റെ വാക്ക് കേട്ടു, ദൈവത്തിന്റെ വാക്ക് വിശ്വസിച്ചു. അവൾ എപ്പോഴാണ് ദേഹി മലീമസമാക്കപ്പെട്ടത്? പഴം പറിച്ചപ്പോഴല്ല ദേഹി മലീമസമായത്. അതിനേക്കാൾ മുമ്പ് പിശാചിന്റെ വാക്ക് കേട്ടിട്ട് നോക്കിയപ്പോൾ ദേഹി മലീമസമായി. ശരീരോ അത് പറിച്ച് തിന്നപ്പോൾ ശരീരത്തിൽ പാപം പ്രവേശിച്ചു, തേജസ് ഊരിപ്പോയി. അപ്പോൾ എന്താ സംഭവിച്ചത്? ദൈവത്തിന്റെ ശബ്ദം കേട്ടപ്പോൾ, ഒച്ച കേട്ടപ്പോൾ, ശബ്ദം വേണ്ട, ദൈവ ശബ്ദം വേണ്ട, ദൈവ സാന്നിധ്യം വേണ്ട, മരണം പ്രതീക്ഷിച്ച് ദൈവത്തെ ഭയപ്പെട്ട് അവർ ഇതാ ഒളിക്കാൻ തയ്യാറായി, ദൈവത്തിൽ നിന്ന് അകലാൻ തയ്യാറായി. സാന്നിധ്യത്തോട്, ശക്തിയോട്, ദൈവത്തിന്റെ ശബ്ദത്തോട് അവർക്ക് താല്പര്യം നഷ്ടപ്പെട്ട് അവർ പേടിച്ചൊളിക്കാൻ തുടങ്ങി. ആ ഏദൻ തോട്ടത്തിലെ ശബ്ദം നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ദൈവത്തിന്റെ ആദാമേ നീ എവിടെയെന്ന് ചോദിച്ചു വന്ന ശബ്ദമില്ലേ? അത് കൊല്ലാൻ വന്ന ശബ്ദമല്ല. ചിലർ ചോദിക്കുന്നത് ഞങ്ങളോട്, ആദാമേ നീ എവിടെ? അങ്ങനെയല്ല ചോദിച്ചേ. ആദാമേ നീ എവിടെയാ മോനെ? ഞാൻ നിന്നെ രക്ഷിക്കാൻ വന്നവാ, ഞാൻ നിന്നെ കൊല്ലാൻ വന്നവല്ല. കർത്താവിൻ്റെ ഇമ്പ ശബ്ദം ഇന്നും നിനക്ക് വേണ്ടി മുഴങ്ങുന്നു. നോക്കൂ, നിന്റെ ദേഹിയിൽ, നിന്റെ ദേഹത്തിൽ, നിന്റെ ആത്മാവിൽ ദൈവത്തോളം എന്തൊരു സകലതും നഷ്ടപ്പെട്ട് പുറത്തു വരുവാൻ കഴിയാതെ വണ്ണം ഒതുക്കപ്പെട്ട് അടഞ്ഞിരിക്കേണ്ട അനുഭവങ്ങളുടെ മടുവിൽ നീ ഇരിക്കുന്നുവെങ്കിലും ഇന്ന് പകൽ നിന്റെ പേര് ചേർത്ത് പറ, ആദാമേ നീ എവിടെയിരുന്നാലും നിന്നെ രക്ഷിക്കുന്ന രക്ഷകൻ നിന്നെ തേടി ഇറങ്ങി വരികയാ. അവൻ ഈ വചനത്തിലൂടെ നിന്നെ തേടി ഇറങ്ങി വരുന്നു. വാ, നിനക്ക് വേണ്ടി
വേണ്ടി അവൻ ചിലത് ഒരുക്കി വെച്ചിട്ടുണ്ട്. നോക്കൂ, അവിടെ അവൻ്റെ ശരീരത്തിൽ സാന്നിധ്യം അനുഭവിക്കുവാനുള്ള അവൻ്റെ ആഗ്രഹം നഷ്ടപ്പെട്ടു. അത് സെൻസ് ചെയ്യാനുള്ള ശക്തി നഷ്ടപ്പെട്ടു. ദൈവ സാന്നിധ്യത്തിനും ദൈവവചനത്തിനും വിരോധമായി അവനെ മടത്തുന്ന പാപം അവൻ്റെ ശരീരത്തിൽ വസിക്കാൻ തുടങ്ങി. എന്നാൽ ശരീരത്തിൽ വസിച്ച വിത്ത് ദൈവത്തിന് വിരോധമായി നടത്തിയെങ്കിൽ, യോഹന്നാന്റെ ലേഖനത്തിൽ യോഹന്നാൻ പറഞ്ഞു, അവന്റെ വിത്ത് നിങ്ങളുടെ അകത്ത് വസിക്കുന്നതിനാൽ നിങ്ങൾ ദൈവത്തിൽ നിന്ന് വീണ്ടും ജനിച്ചവരാണ്. ദൈവത്തിൽ നിന്ന് വീണ്ടും ജനിച്ച് അവനാകുന്ന വിത്ത് അകത്ത് വസിക്കുന്നവർക്ക് പാപം ചെയ്യാൻ പറ്റില്ല എന്നൊരു വാക്യം നിങ്ങൾ യോഹന്നാന്റെ ലേഖനം 3-ാം അധ്യായം വായിച്ചാൽ നിങ്ങൾക്ക് അവിടെ കാണുവാനായി സാധിക്കുന്നു. വെറുതെ വ്യാഖ്യാനിച്ച വാക്യത്തെ കൊളവാക്കരുത്. ആ വാക്യം അങ്ങനെ തന്നെ പറയുന്നു, ദൈവത്തിൽ ജനിച്ചവന് പാപം ചെയ്യാൻ പറ്റില്ല. കാരണം അവൻ്റെ അകത്ത് ക്രിസ്തുവിൻ്റെ വിത്ത് വസിക്കുന്നു. ആ വിത്ത് ജീവന്റെ പ്രമാണമായി അവൻ്റെ അകത്ത് വ്യാപരിക്കുകയാണ്. നോക്കൂ, അപ്പോൾ ചില പറയാറുണ്ടല്ലോ, രക്ഷിക്കപ്പെട്ടിട്ട് ഞാൻ നുണ പറഞ്ഞല്ലോ. പറയാൻ പറ്റും. കാരണം മറ്റൊന്നുമല്ല, വിത്ത് അകത്തില്ലാഞ്ഞിട്ടല്ല, വിത്ത് ആത്മാവിലിരിക്കുക. ആ വിത്തിനാൽ ഒരു ജയജീവിതം ഉണ്ടെന്ന് മനസ്സിലാക്കി ശക്തിയോടെ കർത്താവിനെ ആരാധിക്കാമോ, ആ വിത്ത് നിന്റെ അകത്ത് ശക്തിയോടെ വാഴാൻ തുടങ്ങും. അത് നിന്റെ ജീവിതത്തിൽ വൻ കാര്യങ്ങൾ ചെയ്യാൻ തുടങ്ങും. നോക്കൂ, ഞാൻ ആ പദം ഒന്ന് വിശദീകരിക്കട്ടെ. പൗലോസ് പറയുന്നു, ക്രിസ്തുവിൻ്റെ ആത്മാവ് നിങ്ങളുടെ അകത്തുണ്ടെങ്കിലോ അവൻ നിങ്ങളുടെ മോർട്ടൽ ബോഡീസിനെ ജീവിപ്പിക്കും. അപ്പൊ ഈ ശരീരം ചത്തതല്ലേ സാന്നിധ്യം അനുഭവിക്കാൻ പറ്റാത്തേ? ബൈബിളൊരു വാക്യമില്ലേ, 2-3 പേർ എൻ്റെ നാമത്തിൽ എവിടെ കൂടിയാലും ഞാൻ അവരെ നടുവിൽ പ്രത്യക്ഷപ്പെടുമെന്ന് ഉണ്ട്. നിങ്ങൾ എത്ര പേർ കർത്താവിൻ്റെ പ്രത്യക്ഷത അനുഭവിക്കുന്നുണ്ട്? പിന്നെ ആരും എതിർത്ത് പറയാത്തതിന് കാരണം എന്താ? 2-3 പേർ യേശുവിൻ്റെ നാമത്തിൽ എവിടെ കൂടിയാലും അവരുടെ നടുവിൽ കർത്താവുണ്ടല്ലോ. കർത്താവ് എന്താ നിന്നെ കാണാൻ വരുന്നുവോ? കർത്താവ് എന്താ നീ ഇരിക്കുന്ന ഇരിപ്പ് ശരിയാണെന്ന് നോക്കാൻ വരുന്നതാണോ? അല്ലെന്ന്. കർത്താവ് അവിടെ മഹാപുരോഹിതനായി വരിക, പൗരോഹിത്യ ശുശ്രൂഷ ചെയ്യാൻ വേണ്ടി വരിക. എന്താ പൗരോഹിത്യ ശുശ്രൂഷ? അത് അറിയണമെങ്കിൽ നിങ്ങൾ അബ്രഹാമിന്റെ ചരിത്രത്തിലേക്ക് പോകണം. അബ്രഹാമിന്റെ 318 അഭ്യാസികൾ അവർ യുദ്ധം കഴിഞ്ഞ് ക്ഷീണിതരായി മടങ്ങി വരുമ്പോൾ അവരുടെ ക്ഷീണത്തിന് പരിഹാരമായി അപ്പവും വീഞ്ഞുമായി അന്നത്തെ പുരോഹിതനായ മൽക്കീസദേക്ക് വന്നെങ്കിൽ ഇന്നത്തെ സാക്ഷാൽ പുരോഹിതനായ കർത്താവ് നിന്റെ ക്ഷീണത്തെയും നിന്റെ തളർച്ചയെയും തിരിച്ചറിഞ്ഞ് നിന്നെ സഹായിപ്പാൻ അവൻ ഇറങ്ങി വരുന്ന കർത്താവാണ്. അന്ന് മൽക്കീസദേക്ക് വന്നത് അവർ തിരിച്ചറിഞ്ഞെങ്കിൽ ഇന്ന് ക്രിസ്തുവിന്റെ പ്രത്യക്ഷത നിനക്ക് തിരിച്ചറിയാമെന്നാണ് ഞാനീ പറഞ്ഞത്. നോക്കൂ, ഡ്രം അടിച്ചോ ഓർഗൻ വായിച്ചോ ഉണ്ടാക്കുന്ന ശബ്ദകോലാഹലം ഒന്നും അല്ല കർത്താവിൻ്റെ വരവ്. കർത്താവിൻ്റെ വരവ് അവൻ നമ്മുടെ നടുവിൽ പ്രത്യക്ഷപ്പെടുന്നവനാണ്. ഇന്ന് നിങ്ങൾ ഇരുന്ന് ദൈവത്തിൻ്റെ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന ആ മുറിക്കകത്തവൻ പ്രത്യക്ഷപ്പെടും. എത്രയെത്ര വ്യക്തികൾ എന്നോട് കർത്താവിൻ്റെ പ്രത്യക്ഷതയെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടെന്ന് എനിക്ക് അറിയാവൂ. എൻ്റെ യേശു ഇന്നും പ്രത്യക്ഷപ്പെടുന്ന കർത്താവാണ്. അവൻ ഈ പുസ്തകത്തിനകത്ത് ഒതുങ്ങി നിൽക്കുന്നവനല്ല. അവൻ ആഗ്രഹിക്കുന്ന, പ്രാർത്ഥിക്കുന്ന, വിശ്വസിക്കുന്നവർക്ക് വേണ്ടി അവൻ വെളിപ്പെട്ടു വരുന്നവനാണ്, പ്രത്യക്ഷപ്പെടുന്നവനാണ്. അവൻ വെളിപ്പെട്ടു വരുന്ന കർത്താവാണ്. ആ കർത്താവിന്റെ പ്രത്യേകത അവനെ സെൻസ് ചെയ്യാൻ നിന്റെ ബോഡിയെ അവൻ ജീവിപ്പിക്കുന്നവനാണ്. നിന്റെ ബോഡി ചത്തത് പാപത്താലാണെങ്കിൽ കർത്താവിന്റെ ജീവൻ നിന്റെ ആത്മാവിൽ വ്യാപരിച്ച് നിന്റെ ആത്മാവ് നീതി നിമിത്തം ജീവനായി ഈ ആത്മാവിൽ നിന്നുള്ള ചിന്തകൾ നിന്റെ മനസ്സിലേക്ക് വന്ന് ആ മനസ്സിൽ നിന്ന് ആ ചിന്ത ആരാധനയിലൂടെ നിന്റെ ശരീരത്തിലേക്ക് ഒഴുകിയാൽ ആ ജീവജല നദിക്ക് ഒഴുകാൻ നീ അനുവാദം കൊടുത്താൽ നിന്റെ ശരീരത്തിലേക്ക് ഒഴുകുമത്. ശരീരത്തിൽ യേശുവിന്റെ ജീവൻ വെളിപ്പെടുവോ? ഉണ്ടെന്ന് 2 കൊരിന്ത്യർ ലേഖനം 4:10 പറയുന്നു, യേശുവിന്റെ ജീവൻ ഞങ്ങളുടെ ശരീരത്തിൽ വെളിപ്പെടും. നിങ്ങൾ ശ്രദ്ധിച്ച് വായിക്കുക ബൈബിൾ. 2 കൊരിന്ത്യർ ലേഖനം 4:7, 8, 9, 10 വായിക്കുക. അവിടെ പറയുന്നു, ഈ അത്യന്ത ശക്തി ഞങ്ങളുടെ സ്വന്തമല്ല എന്ന് പറയേണ്ടവന് ഞങ്ങൾക്കിത് മൺപാത്രങ്ങളിൽ തന്നിരിക്കുന്നു. എന്താ ശക്തിയുടെ പ്രത്യേകത? ആ ശക്തി അത്ഭുതം ചെയ്യുന്ന ശക്തിയല്ല. അത്ഭുതം ചെയ്യാൻ വെറും ശക്തി മതിയെന്നേ. അത്ഭുതം ചെയ്യാൻ ഏലിയാവ് മതി, അത്ഭുതം ചെയ്യാൻ മോശ മതി, അത്ഭുതം നടത്താൻ നോക്കൂ പഴയ നിയമത്തിലെ ഏത് വ്യക്തികൾക്കും സാധ്യമാണ്. എന്നാൽ ക്രിസ്തു എന്ന തലയോളം വളർത്തുവാൻ, ക്രിസ്തുവിന്റെ ജീവനാൽ നിറയ്ക്കുവാൻ, ക്രിസ്തുവിലാൽ നിന്റെ
മർത്യ ശരീരങ്ങളെ ജീവിപ്പിക്കുവാൻ പഴയ നിയമത്തിൽ വന്ന ആത്മാവിന് സാധ്യമല്ല. അത് പുതിയ നിയമത്തിന്റെ വ്യവസ്ഥയാണ്. അത് ജീവിപ്പിക്കുന്ന ആത്മാവിന്റെ മഹത്വമാണ്. നിന്റെ ശരീരങ്ങളിൽ നോക്കൂ, ആ ജീവിപ്പിക്കുന്ന ആത്മാവ് വ്യാപരിക്കാൻ തുടങ്ങിയാൽ ദൈവ സാന്നിധ്യം സെൻസ് ചെയ്യാൻ പറ്റും. ആത്മാവ് നിന്റെ മേൽ ശക്തിയോടെ ഇറങ്ങി വരാൻ തുടങ്ങും. നിന്റെ ജീവിത നിലവാരം മാറാൻ തുടങ്ങും. നിന്റെ ജീവിതം അങ്ങനെ തന്നെ മാറാൻ തുടങ്ങും. ദൈവരാജ്യം എന്തല്ല? ഭക്ഷണമല്ല, പാനീയമല്ല. അത് നീതിയും സമാധാനവും പരിശുദ്ധ ആത്മാവിൽ സന്തോഷവും അത്രേ. നോക്കൂ, അപ്പോഴുള്ള പ്രത്യേകത എന്താ? നമ്മുടെ സന്തോഷം എങ്ങനെയാ? ഇന്നൊരു വണ്ടി കിട്ടി, ഭയങ്കര സന്തോഷം. ഇന്നൊരു പുതിയ ഉടുപ്പ് കിട്ടി, ഭയങ്കര സന്തോഷം. നാളെ ഉടുപ്പ് കീറിപ്പോയി, ഭയങ്കര വിഷമം. ഇന്നലെ കിട്ടിയ കാറിന്റെ ടയർ നാളെ പഞ്ചറായി. ഇന്നലെ കിട്ടിയ കാറ് വഴിയിൽ ഇടിച്ചു, ഭയങ്കര ദുഃഖം. അല്ലെന്ന് നോക്കൂ, ആ ദൈവരാജ്യത്തിന്റെ പ്രത്യേകത കിട്ടിയാലും കൊള്ളാം, പോയാലും കൊള്ളാം. കിട്ടിയാൽ സ്തോത്രം, കിട്ടിയില്ലേ സ്തോത്രം. കാരണം അവൻ ഈ ലോകത്ത് നടക്കുന്ന സംഭവങ്ങളിലേക്ക് നോക്കാതെ അവൻ വേറെ ഒരു തലത്തിൽ ജീവിക്കുന്നവനാണ്. അവൻ പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെട്ട് ആത്മസന്തോഷം അനുഭവിക്കുന്നവനാണ്. അവൻ ആത്മാവിന്റെ ഫ്രൂട്ട് കായ്ക്കുന്നവനാണ്. എന്താ ആത്മാവിന്റെ ഫ്രൂട്ടിന്റെ പ്രത്യേകത? ആത്മാവിന്റെ ഫ്രൂട്ട് സ്നേഹമാണ്. സ്നേഹം, സന്തോഷം, സമാധാനം. എന്താ സന്തോഷം? കിട്ടുമ്പോൾ സന്തോഷം, പോയാൽ നഷ്ടം. ഇല്ലെന്ന്. കിട്ടിയാലും കൊള്ളാം, വന്നാലും കൊള്ളാം, പോയാലും കൊള്ളാം, നിന്നാലും കൊള്ളാം. എന്തോ ഉണ്ടായാലും ഫ്രൂട്ട് കായ്ച്ചാൽ പിന്നെ അവിടെ സംഭവങ്ങൾക്ക് ആ വ്യക്തിയെ ചലിപ്പിക്കാൻ പറ്റുകയില്ല. നോക്കൂ, നിങ്ങൾ നിങ്ങളുടെ വീട്ടിലെ മാവിൽ മാങ്ങ കായ്ക്കുന്നു. മാങ്ങ കായ്ച്ചാൽ നോക്കി, ആ മാങ്ങ കായ്ച്ചതാണ്. അത് വെയിൽ വന്നാലും കൊള്ളാം, മഴ വന്നാലും കൊള്ളാം, അത് രാത്രിയായാലും കൊള്ളാം, പകലായാലും കൊള്ളാം. കായ്ച്ച മാങ്ങ വേറെ എവിടെയും പോകുകയില്ല. കാറ്റടിച്ച് നിലത്ത് വീഴുന്നവരെ മാങ്ങ മാവേൽ തന്നെ നിൽക്കും. എന്നതുപോലെ നിനക്ക് സംഭവിക്കുന്ന സംഭവങ്ങളോടുള്ള ബന്ധത്തിൽ, സാഹചര്യങ്ങളുടെ മാറ്റങ്ങളോടുള്ള ബന്ധത്തിൽ നിന്റെ ഫ്രൂട്ടിന് മാറ്റം വരില്ല. ആത്മാവിന്റെ ഫ്രൂട്ട് അത് സ്നേഹമാണ്. അത് ഒഴുകും. ശത്രു വന്നാലും ഒഴുകും, മിത്രം വന്നാലും ഒഴുകും, അപ്പൻ വന്നാലും ഒഴുകും, അമ്മ വന്നാലും ഒഴുകും, ഭാര്യ വന്നാലും ഒഴുകും, മക്കൾ വന്നാലും ഒഴുകും. അല്ല, നാട്ടുകാർ വന്നാലും അയൽവക്കക്കാർ വന്നാലും, കൂടെ ജോലി ചെയ്യുന്നവർ വന്നാലും, അല്ല വാഹനത്തിൽ അടുത്ത് യാത്ര ചെയ്യുന്നവർ ഇരുന്ന് യാത്ര ചെയ്യുമ്പോഴും ഈ സ്നേഹം ആത്മാവിൽ നിന്ന് ഒഴുകാൻ തുടങ്ങും. അത്ര മഹത്വമാണ് ദൈവരാജ്യം. എന്തിൻ്റെ നടുവിലും ആ സമാധാനമുണ്ട്. നോക്കൂ, ഈ ദൈവരാജ്യത്തിന്റെ രാജാവായ ക്രിസ്തുവിന്റെ ആത്മാവ് നിന്റെ ശരീരത്തിലേക്ക് അവന്റെ ജീവനെ പ്രവഹിക്കാൻ തുടങ്ങിയാൽ നിന്റെ ശരീരം സെൻസ് ചെയ്യാൻ തുടങ്ങും. നിന്റെ ശരീരം സാന്നിധ്യം സെൻസ് ചെയ്യാൻ തുടങ്ങും. നിന്റെ ശരീരം ദൈവ ശബ്ദം കേൾക്കാൻ തുടങ്ങും. അനേകർ ദൈവശബ്ദം കേൾക്കാൻ കൊതിക്കുന്നവരുണ്ട്, അതിനുവേണ്ടി പ്രാർത്ഥിക്കുന്നവരുണ്ട്. നോക്ക്, ദൈവശബ്ദം കേൾക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നെങ്കിൽ ആദ്യം നിങ്ങൾ പുതിയ നിയമം വായിക്കണം, ദൈവത്തിന്റെ വചനം വായിക്കണം. പഴയ നിയമം വായിക്കണം ഞാൻ പറഞ്ഞില്ല കേട്ടോ. 66 പുസ്തകങ്ങളും ദൈവത്തിന്റെ വചനമാണ്. എല്ലാ തിരുവെഴുത്തും ദൈവ നിശ്വാസ്യമാണ്. ബൈബിൾ മൊത്തം നമുക്കുള്ളതാണ്. പുതിയ നിയമത്തിൽ നിന്നും പഴയ നിയമത്തിൽ നിന്നും ക്രിസ്തുവിനെ കാണുവാനും ക്രിസ്തുവിനെ ഭക്ഷിക്കുവാനും ആത്മമണ്ഡലം അനുഭവിക്കുവാനും അകത്ത് പ്രകാശനം ലഭിക്കുന്ന ഭക്തന്മാർക്കായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. എന്താ നമ്മൾ പറഞ്ഞു വന്നത്? നിന്റെ ക്രിസ്തുവിന്റെ ജീവൻ നിന്റെ മോർട്ടൽ ബോഡീസിൽ വ്യാപരിച്ച് നീ അടുത്ത ഒരു തലത്തിലേക്ക് വളരാൻ തുടങ്ങും. ഫിലിപ്പിയ ലേഖനം 1-ാം അധ്യായം 19-ാം വാക്യത്തിൽ നിങ്ങളുടെ പ്രാർത്ഥനയാലും യേശു ക്രിസ്തുവിന്റെ ആത്മാവിന്റെ സഹായത്താലും അതെനിക്ക് രക്ഷാകാരണമായി തീരുമെന്ന് ഞാൻ അറിയുന്നു. ഇവിടെ പൗലോസ് പറയുകയാണ് യേശു ക്രിസ്തുവിന്റെ ആത്മാവ്. ഇവിടെ പൗലോസ് താഴെ എന്ന് പറയുന്നത്, ഈ ആത്മാവിനാൽ എനിക്ക് വന്ന മാറ്റം, ജീവിക്കുന്നുവെങ്കിൽ ക്രിസ്തു, മരിക്കുന്നുവെങ്കിൽ ലാഭം. നമ്മുടെ പ്രിയങ്കരനായ ചിക്കു കുര്യാക്കോസിന്റെ പാട്ടാണല്ലോ, ജീവിക്കുന്നുവെങ്കിൽ ക്രിസ്തുവിനായി എൻ്റെ മരണം എനിക്ക് ലാഭമാണ്. ചിക്കുവ പാടിയ പാട്ടിനായി ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. എന്നാൽ നോക്കൂ, ആ പാട്ടിന്റെ വരികളുടെ ഉത്ഭവം ഈ വാക്യമാണ്. നിന്നിൽ യേശു ക്രിസ്തുവിന്റെ ആത്മാവ് നിറയാൻ തുടങ്ങിയാൽ യേശു ഈ ഭൂമിയിൽ ജീവിച്ചു പോലെ നിനക്ക് ജീവിക്കാം. മരിച്ചാൽ ആ മരണം എനിക്ക് ലാഭമാണ്. കാരണം ഇന്നലെ വരെ എൻ്റെ മരണം എനിക്ക് നഷ്ടമായിരുന്നു. എന്നാൽ നഷ്ടമായ എൻ്റെ മരണത്തെ എനിക്ക് ലാഭമാക്കി തീർക്കാൻ കാരണം എൻ്റെ മരണത്തെ ലാഭമാക്കുന്ന മറ്റൊരു മരണത്തെ ഞാൻ കണ്ടു. ജീവിക്കുന്നുവെങ്കിൽ ക്രിസ്തു, മരിച്ചാൽ എനിക്കത് ലാഭമാണ്. യേശുവിൻ്റെ ജീവിതമാണ് ഈ ആത്മാവിനാൽ എൻ്റെ അകത്ത് സംജാതമാകുന്നത്. അതുകൊണ്ട് ആ ആത്മാവ് എൻ്റെ അകത്ത് നിറഞ്ഞാൽ ഞാൻ യേശുവിൻ്റെ സ്വഭാവമുള്ളവനായി ജീവിക്കുന്നു. അപ്പുറം മരിച്ചാൽ എനിക്കത് ലാഭമാണ്. ഇന്നലെ വരെ എൻ്റെ മരണം എനിക്ക് നഷ്ടമാണ്. എൻ്റെ ജീവൻ നഷ്ടപ്പെടുന്നു, എൻ്റെ ആത്മാവ് നഷ്ടപ്പെടുന്നു, എൻ്റെ ദേഹം നഷ്ടപ്പെടുന്നു. എനിക്ക് നഷ്ടമായിരുന്നു. എന്നാൽ എൻ്റെ നഷ്ടമായ മരണത്തെ ലാഭമാക്കി മാറ്റുന്ന മറ്റൊരു മരണത്തെ ഞാൻ കണ്ടു. ആ മരണത്തിൻ്റെ പ്രത്യേകത, ആരെങ്കിലും ആ മരണം കണ്ടാൽ
ഏത് നഷ്ടപ്പെട്ട വ്യക്തിത്വം ആ മരണം കണ്ടാലും അവൻ്റെ നഷ്ടപ്പെട്ട മരണത്തെ, അവൻ്റെ നഷ്ടപ്പെട്ട ജീവിതത്തെ, അവൻ്റെ നഷ്ടപ്പെട്ട കുടുംബത്തെ, അവൻ്റെ നഷ്ടപ്പെട്ട സകലവനെയും തിരിച്ചു പിടിക്കുവാൻ കഴിവുള്ള ഒരു മരണം കാൽവറിയിൽ നടന്നു. അതെൻ്റെ ക്രിസ്തുവിൻ്റെ മരണമാണ്, എൻ്റെ യേശുവിൻ്റെ മരണമാണ്. ആ യേശുവിൽ നീ വിശ്വസിച്ചാൽ ആ യേശു ക്രിസ്തുവിൻ്റെ ആത്മാവ് നിന്നിൽ വ്യാപരിക്കാൻ തുടങ്ങും. അത് വ്യാപരിച്ചാൽ, ജീവിച്ചാൽ ക്രിസ്തു, മരിച്ചാൽ അത് ലാഭമാണ്. എത്ര പ്രത്യാശയാണ് വാക്കിനകത്ത്, എത്ര ഉറപ്പാണ് വാക്യത്തിനകത്ത്. ആർക്ക് പറയാൻ പറ്റും? ലോകത്ത് ഏത് തത്വസംഹിതകൾ പിൻപറ്റുന്നവർക്ക് ഈ വാക്ക് പറയാൻ പറ്റും. ജീവിച്ചാൽ ലാഭം, മരിച്ചാൽ ലാഭം. മരണമോ ജീവനോ രണ്ടും എൻ്റെ മുമ്പിലിരിക്കുന്നു. എന്തും സന്തോഷത്തോടെ അനുഭവിക്കുവാനും അതിലേക്ക് പ്രവേശിക്കുവാനും എന്നെ ഉറപ്പിക്കുന്ന യേശു ക്രിസ്തുവിൻ്റെ ആത്മാവിനായ സ്തോത്രം. ഇന്ന് പകൽ എന്നെ കേൾക്കുന്ന സഹോദരങ്ങളെ, നിങ്ങളുടെ ജീവൻ മടുത്തോ? നിങ്ങളുടെ ജീവിതം മടുത്തോ? നിങ്ങളുടെ പ്രശ്നങ്ങൾ നിങ്ങളെ തളർത്തുന്നോ? നിങ്ങളുടെ കുടുംബം നിങ്ങളെ ഒതുക്കുന്നോ? ബിസിനസ് ആകട്ടെ, അല്ല നിങ്ങളുടെ മേഖലകളാകട്ടെ, നിങ്ങളുടെ തലമുറകളുടെ വിഷയമാകട്ടെ, രാജ്യങ്ങൾ തമ്മിലുള്ള പ്രശ്നങ്ങളാകട്ടെ, ഏതെല്ലാം മേഖലകൾ നിങ്ങൾ ഉടലപ്പെട്ടാലും, ജീവിതത്തോട് വിരക്തി തോന്നിയാലും, നിങ്ങൾ ഉടയപ്പെട്ടാലും, ഇന്ന് പകൽ ഉറപ്പിക്കപ്പെടുക. റോമൻ കാരാഗ്രഹത്തിനകത്ത് കിടന്നുകൊണ്ട് ഫിലിപ്പിയ സഭയ്ക്ക് ലേഖനം എഴുതിയ പൗലോസ് പറയുന്നു, ജീവിച്ചാൽ ക്രിസ്തു, മരിച്ചാൽ എനിക്ക് ലാഭം. അതുകൊണ്ട് എന്നെ പിപ്പിടി കാണിക്കരുത്, എന്നെ പേടിപ്പിക്കരുത്. എനിക്ക് ഇതിനകത്ത് സന്തോഷത്തോടെ കിടക്കാൻ അറിയാം. ഇന്ന് പോലെ എന്നെ കേൾക്കുന്ന സഹോദരങ്ങളെ, കിടക്കുന്ന അവസ്ഥ ഏതാണെങ്കിലും അതിനകത്ത് നിന്നെ തൃപ്തിയോടെ കിടത്തുന്ന, സന്തോഷത്തോടെ കിടത്തുന്ന യേശു ക്രിസ്തുവിൻ്റെ ആത്മാവ് നിന്റെ അകത്തുണ്ട്. ആ ആത്മാവൊന്ന് വ്യാപരിച്ചാൽ നിന്റെ മർത്യ ശരീരം ജീവൻ പ്രാപിക്കും. ദൈവ ശബ്ദം മുഴങ്ങി കേൾക്കാം, ദൈവ സാന്നിധ്യം തിരിച്ചറിയാം. പൗലോസ് പറഞ്ഞില്ലേ, സകല കുടുംബത്തിനും പേര് വരുവാൻ കാരണമായ പിതാവിൻ്റെ സന്നിധിയിൽ ഞാൻ മുട്ടുകുത്തുകയാണ്. നീ മുട്ടുകുത്തുന്ന സ്ഥലം ദൈവത്തിൻ്റെ സാന്നിധ്യമുള്ള സ്ഥലമെന്ന് ബുദ്ധിയിലെ അറിവിൽ നിന്നുകൊണ്ട് പറയല്ല, സാന്നിധ്യം അനുഭവിച്ച് നീ പറയാൻ തുടങ്ങും. അറിവ് വേറെ, അനുഭവം വേറെ. നീ അനുഭവത്തോടെ പറയും, ഞാൻ മുട്ടുകുത്തിയത് ദൈവ സാന്നിധ്യമുള്ള സ്ഥലത്താണ്. അതുകൊണ്ട് ആ ക്രിസ്തുവിനാൽ അനുഗ്രഹിക്കപ്പെട്ട, ഉറപ്പുള്ള, ജയമുള്ള, ധൈര്യമുള്ള, സന്തോഷമുള്ള, സംതൃപ്തിയുള്ള ഒരു ജീവിതം ഈ ഭൂമിയിലുള്ളപ്പോൾ എന്തിനാ വാടിക്കൊടയുന്നേ? ഇതിനപ്പുറം ഒരു നിത്യതയുണ്ട്, നിത്യജീവനുണ്ട്, പുതുവാന ഭൂമിയുണ്ട്. നമുക്ക് ഒരുമിച്ച് അങ്ങോട്ട് പോകാം. കഴിയുമെങ്കിൽ എന്നോട് ഒരുമിച്ച് ഒരു വാക്ക് പ്രാർത്ഥിക്കുക. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. പിതാവേ, ഞങ്ങൾ കേൾപ്പിച്ച നല്ല തിരുവചനങ്ങൾക്കായി സ്തോത്രം. ഞങ്ങളുടെ മക്കളെ ഏതെല്ലാം വിഷയങ്ങളുടെ മടുവിൽ ഭാരപ്പെട്ടിരിക്കുന്നുവെങ്കിലും ഞങ്ങളുടെ അകത്ത് അങ്ങ് പകർന്നിരിക്കുന്ന ക്രിസ്തുവിൻ്റെ ആത്മാവിനായ സ്തോത്രം. ആ യേശു ക്രിസ്തുവിൻ്റെ ആത്മാവ് ഞങ്ങളുടെ മക്കൾ ശക്തിയോടെ വ്യാപരിക്കട്ടെ. ജീവിതത്തോട്, സംഭവങ്ങളോട്, സാഹചര്യങ്ങളോട്, ശരീരങ്ങളോടുള്ള അവരെ വീക്ഷണം മാറട്ടെ. അവർ ജയാളികളാകട്ടെ കർത്താവേ. ആ ജീവൻ അവരുടെ ശരീരത്തിൽ വ്യാപരിക്കട്ടെ. സാന്നിധ്യം അവർ അനുഭവിക്കട്ടെ. അങ്ങയുടെ ശക്തി അവരുടെ ശരീരത്തിൽ അവർ അനുഭവിക്കട്ടെ കർത്താവേ. രോഗികൾക്കായി ഞാനിപ്പോൾ യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. ഇപ്പോൾ അത്ഭുതം നടക്കട്ടെ കർത്താവേ. ദൈവകരം അനുകൂലമാക്കുന്നതിനായ സ്തോത്രമഹത്വം കുഞ്ഞാടിന് യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. പ്രാർത്ഥനകൾക്ക് കൗൺസിലിംഗുമായിട്ട് താഴെ കാണുന്ന നമ്പറുകളിൽ ഞങ്ങളുമായിട്ട് ബന്ധപ്പെടുക. ഏത് സമയത്തും നിങ്ങളെ സഹായിപ്പാൻ ഞങ്ങൾ സന്നദ്ധരാണ് എന്ന് ഓർപ്പിക്കുന്നു. കൂടാതെ പുതിയ നിയമ വെളിപ്പാടിൽ ഞങ്ങൾ ഒരുമിച്ച് കർത്താവിനെ ആരാധിപ്പാൻ പരിശുദ്ധാത്മാവിൽ ഞങ്ങൾ സാവകാശം ഒരുക്കിയിരിക്കുന്ന എല്ലാ ഞായറാഴ്ചയും രാവിലെ 7:45 മുതൽ 10:15 വരെ തൃശ്ശൂർ ടൗണിൽ വെച്ചും 9:30 മണി മുതൽ 12 മണി വരെ കുന്നുംകുളത്ത് വെച്ചും ആരാധനയും വിടുതൽ ശുശ്രൂഷയും നടത്തപ്പെടുന്നു. ഞങ്ങൾ അവിടെ ഉണ്ടാകും. നമുക്ക് ഒരുമിച്ച് കർത്താവിനെ ആരാധിക്കാം. അത്ഭുതങ്ങളും അനുഗ്രഹങ്ങളും ദൈവാത്മാവിനാൽ അനുഭവിക്കാം. നിങ്ങളേവരെയും ഞങ്ങൾ കർത്തൃനാമത്തിൽ സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ലോകവ്യാപകമായി പുതിയ നിയമ വ്യവസ്ഥകൾ എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെ പ്രവർത്തിക്കുന്ന ഈ ജീവശബ്ദ മീഡിയ മിനിസ്ട്രിക്ക് ഏറിയ ചെലവുകളുണ്ട്. സഹകരിപ്പാൻ താല്പര്യമുള്ളവർക്ക് ഞങ്ങളുമായിട്ട് ബന്ധപ്പെടുവാനുള്ള സാവകാശമുണ്ടെന്നുള്ള കാര്യം ഓർപ്പിക്കുന്നു. വീണ്ടും കാണുവരെ കർത്താവ് തന്റെ ചിറകിന്റെ മറക്കട്ടെ. ഗോഡ് ബ്ലസ് യു. തൃശൂർ ശക്തൻ മാർക്കറ്റ് ഷാലോം പ്രയർ ടീം ഈ വർഷം ഒരുക്കുന്ന രണ്ടാമത് ആത്മീയ സംഗമം ജീവശബ്ദം 2015 തൃശൂർ ശക്തൻ നഗറിൽ 2015 ഒക്ടോബർ 18 ഞായർ വൈകിട്ട് മുതൽ നവംബർ 1 ഞായർ വരെ 15 ദിവസം നീണ്ടു നിൽക്കുന്ന ആത്മീയ സംഗമം. സുവിശേഷ പ്രഭാഷകരായ പാസ്റ്റർ സജി ജോർജ് തൃശൂർ, പാസ്റ്റർ കെ എ എബ്രഹാം തിരുവല്ല തുടങ്ങിയവർ ശുശ്രൂഷകൾക്ക് നേതൃത്വം കൊടുക്കുന്നു. സാധ്യത് ഗോസ്ബൽ ടീം തിരുവല്ല സംഗീതം ആലപിക്കുന്നു. ഏവർക്കും സ്വാഗതം. അകലാത്ത സ്നേഹിതൻ, ഉത്തമ കൂട്ടാളിയാ